ഹലോ, ഇന്നൊരു ട്രിവാൻഡ്രം വ്ളോഗാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട് നവ്യയുടെ ചേച്ചിയുടെ കല്യാണമാണ്. അപ്പോൾ തിരുവനന്തപുരത്താണ് അവരുടെ വീട്. ഞങ്ങൾ 6 പേരായിരുന്നു. അതിൽ ഒരാളാണ് നവ്യ. അതിൽ പിന്നെ ഞങ്ങൾ 4 പേര് കല്യാണം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് ജോലിത്തിരക്കൊക്കെ കാരണം കല്യാണത്തിന് വരാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇത് കല്യാണ ദിവസമാണ്. അപ്പം നമ്മൾ നേരെ പോയത് മഹാബോളിയിലേക്കാണ്. ഞാൻ ഇതുവരെ ബോളി കഴിച്ചിട്ടില്ല. ഞങ്ങളുടെ വീട് ഇങ്ങോട്ട് വടക്കോട്ടായ കാരണം ഇവിടെയൊന്നും പായസത്തിൻ്റെ ഒപ്പം ബോളി കിട്ടില്ല. അപ്പോൾ ഇവരെപ്പോഴും പറയാറുണ്ട് ഹോസ്റ്റലിലാകുമ്പോൾ ബോളിയും പാൽപ്പായസമൊക്കെ. അപ്പോൾ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. പാൽപ്പായസം ബോളിയും കഴിച്ചു. എന്തായാലും ഒരു 1 ടൈമൊക്കെ കഴിക്കാൻ പറ്റിയ സാധനമാണ്. പിന്നെ മധുരം ഇഷ്ടമുള്ളവർക്ക് പിന്നെയും കഴിക്കാം. പിന്നെ നമ്മൾ കല്യാണപ്പെണ്ണിന് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോയിട്ടോ. ചുരിദാർ വാങ്ങാമെന്നുള്ളൊരു പ്ലാനിലൊക്കെയാണ് പോയതെങ്കിലും അവസാനം ഞങ്ങൾ സാരിയിലാണ് എത്തിയത്. ഒരു സാരി വാങ്ങി. ജയലക്ഷ്മിയിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ. നമുക്ക് ഈവനിങ് 4 മണിക്കാണ് റിസപ്ഷൻ. അപ്പോൾ ഉച്ചയായപ്പോൾ ഞങ്ങളിതാ ആസാദി പോയിട്ട് ബിരിയാണി കഴിച്ചു. നല്ല ബിരിയാണി ആയിരുന്നു, ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളിതാ നമ്മുടെ റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്തെത്തി. ഇതാണ് കല്യാണപ്പെണ്ണ്. ബേക്കിൽ വരുന്ന പച്ച സാരി എടുത്തതാണ് ഞങ്ങളുടെ ഫ്രണ്ട് നവ്യ. ഇവരൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ പിന്നെ ഉള്ള ഫ്രണ്ട്സ്. അഭിരാമി, അലീന, മാളവിക. എൻ്റെ അനുശ്രീക്കാണ് വരാൻ പറ്റാതെ. അവളെ ജോലി തിരക്ക് കാരണം വരാൻ വേണ്ടി കഴിഞ്ഞില്ല. പിന്നെ റിസപ്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ പരിപാടിയായ ഫുഡ് അടിയിലേക്കാണ് കടന്നത്. ഇതൊക്കെയായിരുന്നു ഫുഡ്. സൂപ്പറായിരുന്നു, ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഹോസ്റ്റൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ഹോസ്റ്റലിലൊക്കെ ഉണ്ടാകുന്ന മെയിൻ പരിപാടികളാണ് പാട്ട് വെച്ച് ഡാൻസ് കളി, അതൊക്കെ ഇവരിവിടെയും നടത്തി. പിന്നെ നവ്യ, അവൾ ഈ വാതിലിക്കൂടെ വന്ന് അപ്പുറത്തെ വാതിലിക്കൂടെ പോകണു. ഇതെന്താ അവളുടെ ഉദ്ദേശം എന്ന് അവൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.